ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ അച്ഛൻ്റെ ജർമ്മനിയിലേക്കുള്ള യാത്ര മുടക്കിയ ആ കൊച്ചുമിടുക്കി ബേബിച്ചായൻ്റെ പ്രിയപ്പെട്ട മകൾ രാധ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഭർത്താവിനോടൊപ്പം ശ്രീ ഗിരി, അവരുടെ 2 മക്കളും ഇന്ന് സമാഗമത്തിൻ്റെ വേദി പങ്കിടാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആദരപൂർവ്വം ക്ഷണിക്കാം ആ കുടുംബത്തെ. രാധയ്ക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ആദ്യം കണ്ടപ്പോൾ തന്നെ അച്ഛൻ ഈ ജർമ്മൻ യാത്ര വേണ്ടാന്ന് വെച്ചാൽ എല്ലാം കളഞ്ഞിട്ട് നാട്ടിൽ നിൽക്കാൻ കാരണം ഈ മുഖമാണെന്നുള്ളത് അറിയാമായിരുന്നു നേരത്തെ? പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നുള്ളത് 2 ആൺമക്കളല്ലേ ബേബിച്ചാനുള്ളത്? രാധയുടെ താഴെ അവരെന്ത് ചെയ്യുന്നു? ഒരാൾ ബോംബെയില്, ഒരാൾ ഡൽഹി, 2 പേരും ജേർണലിസ്റ്റാണ്. ഗിരിയെ പിന്നെ എനിക്കറിയാം, വൈക്കം ചന്ദ്രശേഖരൻ നായർ സാറിന്റെ മകനാണെന്ന് അറിയാം. എന്നാലും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തണമല്ലോ. അപ്പൊ ഈ അങ്ങനെയാണോ ഈ ബന്ധം ഉണ്ടാകുന്നത്? വൈക്കം സാറുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണോ? അങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് വൈക്കം ചേട്ടനും ഞാനുമായിട്ട് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു. അപ്പം എപ്പോഴും പുള്ളിയും കല്യാണം കഴിക്കുന്നതിനും ഞാനും കല്യാണം കഴിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് താമസിക്കും. ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് വന്ന് താമസിക്കുകയും എനിക്കൊരു ചേട്ടനെ പോലെ തന്നെയായിരുന്നു. അപ്പം എനിക്കൊരുപാട് ഈ വേൾഡ് ലിറ്ററേച്ചറൊക്കെ ആയിട്ട് പരിചയപ്പെടുത്താൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ജ്യേഷ്ഠൻ എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയായിരുന്നു. അതിനിടയ്ക്കാണ് പുള്ളിയുടെ വിവാഹം നടക്കുന്നത്. അതും കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ വൈക്കത്തിനെ ഒരു സ്വന്തം മകനെ പോലെ തന്നെയാണ് കരുതിയിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിലെ സഹോദരങ്ങളും അതുപോലെ തന്നെയാണ്. അത് കഴിഞ്ഞ് 2 പേർക്കുണ്ട് ഈ മുടി വളർത്തലൊക്കെ. അതൊക്കെ ഈയലുണ്ട കാര്യങ്ങളൊക്കെ വന്നിതൊന്നുമില്ല. അന്ന് സുന്ദര കുട്ടന്മാരായിട്ടൊക്കെ നടക്കുക. പുള്ളി കല്യാണം കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇവർ 2 പേരും ഏതാണ്ട് അടുത്തടുത്താണ് ജനിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു കോയിൻസിഡൻസ് പോലെ ഇങ്ങനെ ഇവക്ക് രാധ എന്ന് പേരിട്ടു, അദ്ദേഹത്തിന് ഗിരിധരൻ എന്നും പേരിട്ടു. അപ്പം അത് പിന്നെ സിദ്ദിഖിന് തീർച്ചയായിട്ടും ഓർമ്മ കാണും. പഴയ ഒരു പാട്ടുണ്ടല്ലോ, മധുബനുമേ രാധിക നാച്ചേരെ ഗിരിസരിക്ക് മുരളിയ ബാജേരി എന്ന് പറഞ്ഞു. അറിയാതെ എന്തോ പേരിടാൻ അങ്ങനെ തോന്നി. ഞങ്ങൾ ഡിസ്കസ് ചെയ്തതല്ല, ഞാനും ചേട്ടനുമായി ഡിസ്കസ് ചെയ്തൊന്നും ചെയ്തതല്ല, പക്ഷേ അങ്ങനെ തോന്നി. അത് കഴിഞ്ഞ് കാലക്രമേണ ഇവരൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചിലപ്പോൾ ഞങ്ങളെ കാണുമായിരുന്നായിരിക്കും. കുറച്ചൊക്കെ കാലം ഇല്ലാതിരിക്കത്തില്ല. പക്ഷെ ഒരു ദിവസം ഇവർ കല്യാണത്തിനൊക്കെ വളരെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് വൈക്കം ചേട്ടൻ ഞാനും കൂടെ ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എടാ എനിക്കൊരാഗ്രഹം, നമ്മൾ തമ്മിലുള്ള ബന്ധം, നമ്മുടെ അടുത്ത തലമുറകൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിക്കൊള്ളാമെന്നുള്ളത് എൻ്റെയും ആഗ്രഹമാണ്, ചിങ്കമ്മയുടെയും ആഗ്രഹമാണെന്നുള്ളത്. വൈക്കം ചേട്ടൻ്റെ വൈഫിനെ ഞാൻ ചിങ്കമ്മ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. പേര് സുശീല എന്നൊക്കെ ആണെങ്കിലും സുശീലാദേവി എന്നൊക്കെയാണ്. ചിങ്കമ്മ എന്നാണ് പുള്ളി വിളിക്കുന്നത്, ഞാൻ ചിങ്കമ്മ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ ചിങ്കമ്മയുടെ ആഗ്രഹമാണ്, നമുക്ക് ഗിരിയെ കൊണ്ട് രാധയെ കല്യാണം കഴിപ്പിച്ചാലോ എന്നൊരു സാക്ഷ്യം. ഞാൻ പറഞ്ഞു, പിള്ളേരല്ലേ, പഠിക്കുന്ന പ്രായമല്ലേ, നമുക്ക് ആലോചിക്കാം. പിന്നെ സീരിയസ് ആയിട്ട് ആലോചിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അമ്മണിയോട് ചോദിക്കണം ഇവളോട്, പിന്നെ എൻ്റെ അമ്മയോട് ചോദിക്കണം. അമ്മയ്ക്ക് പിന്നെ വൈക്കം ചേട്ടനെ ആദ്യം പോലെ ഉള്ള കാര്യങ്ങൾ അറിയാമല്ലോ. അച്ഛനും അമ്മയ്ക്കും അറിയായിരുന്നു. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അപ്പം ഇവളോട് ചോദിച്ചപ്പം ഇവള് വലിയ ഇതിലൊന്നും പറഞ്ഞില്ല, വൈക്കം നല്ലപോലെ അറിയാവുന്നുള്ളൂ. പിന്നെ അവർക്കൊക്കെ ചെറിയൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഗിരി ക്രിസ്ത്യാനിയായിട്ട് അങ്ങനെയൊക്കെ ഒരു കല്യാണം നടത്താവുന്നു. വൈക്കം ചേട്ടൻ വരെ അതിന് ഏതാണ്ട് അതിന് വിളിച്ചു, ഞാൻ മാത്രം അതിന് വിളിച്ചില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ഏർപ്പാടില്ല, ഓപ്പണായിട്ട് കല്യാണം നടത്തുക. അത് ക്രിസ്ത്യനോ നായരോ എന്നുള്ളത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. കല്യാണം വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ചു കൂട്ടി കല്യാണം നടത്തുക. അത് രാമവർമ്മ ക്ലബ്ബ് വെച്ച് ആണ് നടത്തിയത്, കൊല്ലം രാമവർമ്മ ക്ലബ്ബ് വെച്ച്. ധാരാളം ആൾക്കാർ അറ്റൻഡ് ചെയ്തു, ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തൊരു കല്യാണം എന്നും പറഞ്ഞ് വളരെ പ്രശസ്തമായിരുന്നത്. രാധയ്ക്ക് എങ്ങനെയാണ് ഗിരിയെ കണ്ട കാലത്തെ തോന്നിയിരുന്നോ ഇതിങ്ങനെ എനിക്ക് വേണ്ടിയിട്ടുള്ള ആളാണ്? അങ്ങനെ തോന്നില്ല. അപ്പച്ചൻ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു കടുപ്പൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നോ? അല്ല, അങ്ങനെ ഒരു പ്രൊപ്പോസൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് ഇഷ്ടം തോന്നിയിരുന്നു. അപ്പോഴേ ഉള്ളൂ, അതിന് മുമ്പ് ഒരിക്കലും തോന്നിയിട്ടില്ല അങ്ങനെ ഒരു കല്യാണം കഴിക്കണം എന്നുള്ളൊരു അടുപ്പം ഉണ്ടായിട്ടില്ല അല്ലേ? വെറുതെ മുമ്പേ ഉണ്ടായിരുന്നു. ഒരു 3 വർഷം മുമ്പേ ഉണ്ടായിരുന്നു. ആണല്ലേ? ഞാൻ ചോദിച്ചായിരുന്നു. ഗിരിക്ക് 2 മക്കള് അല്ലേ? മോള് പേര് പൊന്നു. മോന്റെ പേരോ? പേര് പറയൂ. ചങ്കു. ചങ്കു. ആ, മിടുക്കൻ. സ്കൂളിൽ പോയി തുടങ്ങിയ ചങ്കുന് ഇപ്പോൾ LKG ചേർന്നു. മോള് ഏത് ക്ലാസ്സിലായി? സ്വന്തം മകളോട് തോന്നിയതിനേക്കാൾ കൂടുതൽ സ്നേഹമാണോ കൊച്ചുമോളോട്? കൂടുതലല്ലേ? ഒരുപാട് ആളുകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് അപ്പൂപ്പൻ. ഈ പൊന്നൂന് കഥ പറഞ്ഞു തരാറുണ്ടോ? കഥ പറഞ്ഞു തരുമോ? അത് കഥ പറഞ്ഞു കൊടുക്കുന്ന അമ്മാമയാണല്ലേ?